ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കട്ടെ. അങ്ങനെ ഇന്നത്തെ വീക്കിലി എക്സ്പയറി കഴിഞ്ഞു. മാർക്കറ്റ് ഏകദേശം 143 പോയിന്റിൻ്റെ ഇടിവോടുകൂടി 17,873 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സിലും ഇന്ന് നേരിയ ഇടിവ് രേഖപ്പെടുത്തി. ബാങ്ക് നിഫ്റ്റിയിലും 400 പോയിന്റ് അധികമുള്ള ഇടിവ്. മെറ്റൽ ഇൻഡെക്സ് ഒഴികെ അതുപോലെ തന്നെ ഓയിൽ, ഗ്യാസ്, FMCG, ഓട്ടോ, ബാങ്ക് എക്സ്, അതുപോലെ തന്നെ HCS, റിയലിറ്റി എല്ലാ സെക്ടറുകളിലും ബാങ്കിങ് ഒഴികെ മെറ്റൽ ഒഴികെ മറ്റുള്ള സെക്ടറുകളിലൊക്കെ ഇന്ന് ചെറിയ രീതിയിലുള്ള ഒരു സെല്ലിംഗ് കണ്ടു. അതുതന്നെ ഗ്ലോബൽ മാർക്കറ്റും ഏകദേശം ഇപ്പോഴും നെഗറ്റീവായിട്ട് തന്നെയാണ് ക്ലോസ് ട്രേഡ് അവസാനം നടന്നുകൊണ്ടിരിക്കുന്നത്. നാസ്ഡാക്ക് ഏകദേശം 1.5% മൈനസിലാണ്. ഡോ ജോൺസ് ഏകദേശം 240 പോയിന്റ് മൈനസിലാണ്. ലണ്ടൻ മാർക്കറ്റ് ചെറിയ നേരിയ പോസിറ്റീവോടുകൂടിയാണ് ട്രേഡ് ചെയ്ത് അവസാനിപ്പിച്ചത്, 66 പോയിന്റ്. ജർമ്മൻ മാർക്കറ്റ് 27 പോയിന്റ് പ്ലസും. അതുപോലെ തന്നെ നിക്കായ് 171 പോയിന്റ് ഏഷ്യയിലേക്ക് വരുന്ന സമയത്ത്. ഹോങ്കോങ് പോസിറ്റീവാണ്, അതുപോലെ തന്നെ ചൈന പോസിറ്റീവാണ്. സോ ഓൾ ടുഗെദർ മിക്സ്ഡ് ഗ്ലോബൽ ക്യൂ ആണ്. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഇന്ന് വീക്കിലി എക്സ്പയറി, അതിൻ്റെ സെൽ ഓഫ്. അതിന് പുറമെ US ബോണ്ട് ഈൽഡ് വർദ്ധിക്കുന്നത് ചെറിയ രീതിയിലെങ്കിലും FIIസിൻ്റെ സെല്ലിംഗ് വർദ്ധിച്ചിരിക്കുന്നു. കുറച്ച് ദിവസമായിട്ട് സെല്ലിംഗ് കൺട്രോൾ ചെയ്തിരുന്ന അവർ വീണ്ടും ചെറിയ രീതിയിൽ സെല്ലിംഗ് ആരംഭിച്ചിരിക്കുന്നു. ഇന്നും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ മാർക്കറ്റിൽ 1,673 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തിയിരിക്കുന്നു. അതുതന്നെ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 445 കോടി രൂപയുടെ ബൈയിങ് മാത്രമാണ് ഇന്ന് മാർക്കറ്റിൽ നടത്തിയത്. സോ ബോണ്ട് ഈൽഡ് വർദ്ധിക്കുന്നതനുസരിച്ചിട്ട് തീർച്ചയായിട്ടും ചെറിയൊരു രീതിയിലുള്ള ഫണ്ട് ലീക്കേജ് ഇന്ത്യയിൽ നിന്നും US ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നു. പക്ഷേ ഇന്ത്യയിലെ പണപ്പെരുപ്പത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ RBIയുടെ ഗവർണറുടെ സ്റ്റേറ്റ്മെൻറ്റ് വളരെ സ്ട്രോങ് ആണ്. അത് അദ്ദേഹം പറയുന്നത് വളരെ കൺട്രോൾ മെഷേഴ്സ് എടുക്കും. ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വളരെ ശക്തമായിട്ട് ഇക്കോണമിയിൽ നടപ്പിലാക്കുമെന്നാണ്. അത് തീർച്ചയായിട്ടും ഇന്ത്യൻ ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചിട്ടൊരു പോസിറ്റീവായിട്ടുള്ള മെഷർ തന്നെയാണ്. നമുക്ക് മുകളിൽ ഏറ്റവും അധികമായിട്ട് പേടിക്കേണ്ടിയിരുന്ന കാര്യം വിലക്കയറ്റം തന്നെയാണ്. കാരണം ഇന്നും വന്നിരിക്കുന്ന പല റിസൾട്ടുകളുടെയും മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. മാർജിൻ കോൺട്രാക്ഷനാണ്. അവർക്ക് സെയിൽസ് ഗ്രോത്ത് ഉണ്ട്, അതുപോലെ തന്നെ കമ്പനിയിൽ സെയിൽസിൽ വർധനവുണ്ട്, പ്രോഫിറ്റിൽ വർധനവുണ്ട്. പക്ഷേ മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ മാർജിൻ പ്രഷർ നേരിടുന്നതായിട്ടാണ് നമുക്ക് കാണാം. ഇപ്പം ഇൻക്ലൂഡിങ് ടാറ്റ സ്റ്റീലിൻ്റെ നോക്കിക്കഴിഞ്ഞാലും മറ്റുള്ള കമ്പനികളുടെ നോക്കിക്കഴിഞ്ഞാലും നാളെ വരാൻ പോകുന്ന ഹീറോ മോട്ടറിൻ്റെ എസ്റ്റിമേഷൻ നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാകുന്നത് മാർജിൻ പ്രഷർ നേരിടാനുള്ള സാധ്യത കമ്പനികൾ കൂടുന്നു. ഇത് ഇൻപുട്ട് കോസ്റ്റ്, അതായത് റോ മെറ്റീരിയൽസിലുള്ള പൈസയുടെ വർധനവാണ് അവർക്ക് ഈ ഒരു സംഭവത്തിലേക്ക് നീങ്ങുന്നത്. അപ്പോൾ അതിനെ നേരിടാൻ വേണ്ടിയിട്ട് ഗവർണർ തന്നെ ശക്തമായിട്ടുള്ള ഒരു പ്രസ്താവനയായിട്ട് വന്നിരിക്കുന്നത് സത്യമായിട്ടും ശരിക്കും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. സോ അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 17,873 തന്നെയാണ്. സോ ഇന്നത്തെ ഡെറിവേറ്റീവ് ഡാറ്റ അനലൈസ് നോക്കുകയാണെങ്കിൽ 18,000, 18,050 കൃത്യമായി നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് ലെവലായിട്ട് ഹോൾഡ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ 17,800 ആദ്യമായിട്ട് നിഫ്റ്റിയിൽ വരുന്ന സപ്പോർട്ട്. അതിനുശേഷം 17,750 വരെയുള്ള പോയിന്റുകൾ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും നാളെ ഒരു ചെറിയ രീതിയിലെങ്കിലുള്ള റിക്കവറി നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇന്ന് എക്സ്പയറിയോട് ആവശ്യമായിട്ടുള്ള വോളറ്റിലിറ്റി ആയിരുന്നു കൂടുതലായിട്ടും കണ്ടത്. അപ്പോൾ ഈ ഒരു വാർത്ത, പണപ്പെരുപ്പത്തെ നിയന്ത്രിക്കാനുള്ള വാർത്ത, ചെറിയ രീതിയിലെങ്കിലും ടാപ്പറിംഗ് ഓൾറെഡി നടക്കാൻ പോകുന്നു 15 നവംബർ മുതൽ, അടുത്ത ആഴ്ച മുതൽ. ഇതൊക്കെ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത കാര്യങ്ങളാണ്. ബോണ്ട് ഈൽഡ് വർദ്ധിക്കുന്നത് നമ്മൾ ആദ്യം വളരെ ശക്തമായിട്ട് മാർക്കറ്റ് പ്രതികരിച്ചെങ്കിലും ഇപ്പോൾ അതുമായിട്ട് മാർക്കറ്റ് അഡ്ജസ്റ്റ് ആയിട്ട് കാണുന്നു. സോ വലിയ രീതിയിലുള്ള കറക്ഷൻസ് വരാനുള്ള സാധ്യതയില്ല. എങ്കിലും ഓരോ ഡിപ്പും നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കാം എന്ന് തന്നെയാണ് തോന്നുന്നത്. സോ മേജർ ലെവല് 17,750 താഴെ നമുക്ക് നിഫ്റ്റിക്ക് ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ മാത്രമേ മീഡിയം ടേമിലെങ്കിലും നിഫ്റ്റി ഒരു നെഗറ്റീവ് ടെറിട്ടറിയിലേക്ക് നീങ്ങും എന്ന് നമുക്ക് കാണാൻ പറ്റുള്ളൂ. സോ 17,750 ഹോൾഡ് ചെയ്യുന്നിടത്തോളം കാലം നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് നമ്മൾ ഇപ്പോഴും ഒരു സേഫർ ട്രജറ്ററി തന്നെയാണ് നമുക്ക് വിശ്വസിക്കാം. റിസൾട്ട് കലണ്ടർ നോക്കുകയാണെങ്കിൽ നാളെ ഒരു ഹെവി റിസൾട്ട് കലണ്ടർ ഡേ ആണ്. കാരണം 718 കമ്പനികളാണ് നാളെ റിസൾട്ടുമായിട്ട് മാർക്കറ്റിലേക്ക് വരുന്നത്. ലാർജ് ക്യാപ്പിൽ നിന്നും ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, ഗ്രാസിം, BSE ലിമിറ്റഡ്, ഹീറോ മോട്ടോർ, അശോക് ലാലൻഡ്, ONGC, അബോട്ട് ഇന്ത്യ, അപ്പോളോ ഹോസ്പിറ്റൽ, ഭാരത് ഫോർജ്, 3M ഇന്ത്യ, കോൾ ഇന്ത്യ, അൽക്കം ലാബ്സ്, PI ഇൻഡസ്ട്രീസ്, രുചി സോയ, മദർസൺ സുമി, ഇത്രയും കമ്പനികൾ ലാർജ് ക്യാപ്പിൽ നിന്നും മാർക്കറ്റിൽ നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നു. മിഡ് ക്യാപ്പിൽ നിന്നും SJVN, ഫോർട്ടിസ് ഹെൽത്ത്, നാൽക്കോ, ബജാജ് ഇലക്ട്രിക്കൽസ്, GR ഇൻട്രാ പ്രൊജക്ട്സ്, ITI, ലിൻഡെ ഇന്ത്യ, സിറ്റി യൂണിയൻ ബാങ്ക്, വോഡാഫോൺ ഇന്ത്യ, ഫൈൻ ഓർഗാനിക്, GMR ഇൻഫ്ര, അമർ രാജ ബാറ്ററീസ്, ഗ്ലെൻമാർക്ക്. അതൊരു സ്മോൾ ക്യാപ്പ് കമ്പനികളായിട്ടുള്ള ഹിമാദ്രി, സുസ്ലോൺ, ഹിമ്മത് സിംഗ സീഡ്, ബോംബെ ബർമ, കാംലിൻ ഫൈനാൻസ്, ബർഗർ കിങ്, ബംഗാൾ ആസാം, NBCC, ഗ്രാന്യൂൾസ്, എക്സോ നോബൽ, മാക്സ് വെഞ്ചേഴ്സ്, JNK ബാങ്ക്, ഹിന്ദുജ ഗ്ലോബൽ, ഐനോസ് സ്റ്റെറിലൈസേഷൻ,
അഗർവാൾ ഇൻഡസ്ട്രീസ്, ഉഷ മാർട്ടിൻ, EIH ലിമിറ്റഡ്, ഫിനോലെക്സ് കേബിൾ, അനന്തരാജ്, ഹിന്ദുസ്ഥാൻ ഫുഡ്, BEML, സ്പൈസ് ജെറ്റ്, നെസ്കോ, പുറവങ്കര, തോമസ് കുക്ക്, ഇന്ത്യ ടൂറിസം, പ്രൈം ഫോക്കസ്, കിരി ഇൻഡസ്ട്രീസ്, അലംബിക്, JP അസോസിയേറ്റ്സ്, കാവേരി സീഡ്സ്, ഒരു നീണ്ട നിര തന്നെ. ഞാൻ നിർമ്മിക്കുന്നില്ല. 718ഓളം കമ്പനികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം നാളെ ഇൻഡെക്സിനേക്കാൾ നോട്ടം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിനായിരിക്കും, സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മൂവ്മെൻറ്റിനായിരിക്കും കൂടുതൽ പ്രാധാന്യം എന്നുള്ളത് നമുക്ക് പറയാനില്ല. അതുപോലെ തന്നെ മറ്റന്നാൾ, അതായത് ശനിയാഴ്ച മാർക്കറ്റിൽ റിസൾട്ട് പ്രഖ്യാപിക്കാൻ പോകുന്നത് ലാർജ് ക്യാപ്പിൽ നിന്നും ഹണിവെല്ലാണ്. അന്നും ഏകദേശം 540ഓളം കമ്പനികൾ മാർക്കറ്റിൽ റിസൾട്ടുമായിട്ട് വരുന്നുണ്ട്. ഹണിവെല്ലാണ് ലാർജ് ക്യാപ്പിൽ നിന്നും. മിഡ് ക്യാപ്പിൽ നിന്നും ഗോദ്രേജ് ഇൻഡസ്ട്രീസ്, മണപ്പുറം ഫിനാൻസ്, ഇപ്ക ലാബ്സ്, ക്വിസ് കോർപ്പറേഷൻ, JK സിമെൻറ്റ് പോലുള്ള കമ്പനികൾ. സ്മോൾ ക്യാപ്പിൽ നിന്നും ജെയിൻ ഇറിഗേഷൻ, PNC ഇൻഫ്ര, ജിൻഡാൽ പോളിഫിലിം, BEML, ഉജ്ജീവൻ ഫിനാൻസ്, ജയപ്രകാശ് പവർ, അശോക ബിൽഡേഴ്സ്, സ്വിസ് ഫ്ലവേഴ്സ്, ഫോബ്സ്, തൈറോക്കെയർ പോലുള്ള കമ്പനികളുടെ റിസൾട്ടുകൾ വരാനുണ്ട്. ഇനി ഇന്ന് പ്രധാനമായിട്ടും അനൗൺസ് ചെയ്തിരിക്കുന്ന റിസൾട്ടുകളുടെ ഒരു നിജസ്ഥിതി എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി HDFC ആണ്. HDFCയുടെ പ്രോഫിറ്റിൽ 370 കോടി രൂപയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഈ സമയം ഏകദേശം 450 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയ സ്ഥാനത്താണ് ഇപ്പോൾ വെറും 370 കോടി രൂപയായി കുറഞ്ഞിരിക്കുന്നത്. സോ HDFCയുടെ ബാങ്ക് റിസൾട്ടിൽ അത്രമാത്രം ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് അല്ല വന്നിരിക്കുന്നതാണ്. സെയിൽസ് 1800 നിന്ന് ഇടിഞ്ഞ് 1700 കോടി രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. മയൂർ യൂണിക്കോട്ട്സ് ആണ്. അവരുടെ പ്രോഫിറ്റ് ഏകദേശം 30 കോടിയാണ്. കഴിഞ്ഞ വർഷം 20 കോടിയായിരുന്നു. അതിന് ഇൻകം 126 നിന്നും കൂടി 196 കോടി രൂപയായിട്ട് മാറിയിട്ടുണ്ട്. ഇന്ത്യ ബുൾസ് ഹൗസിംഗ് ഫിനാൻസ് ആണ്. 323 കോടി രൂപ ഉണ്ടായിരുന്ന പ്രോഫിറ്റ് കുറഞ്ഞ് 286 കോടി രൂപയായിട്ടുണ്ട്. സെയിൽസ് 2500 കോടിയിൽ നിന്നും കുറഞ്ഞ് 2200 കോടി രൂപയായിരിക്കുന്നു. അതുപോലെ PFC പവർ ഫിനാൻസ് കോർപ്പറേഷൻ ഏകദേശം 3200 കോടി രൂപ ഉണ്ടായിരുന്ന ലാഭം 3740 കോടി രൂപയായി ഉയർത്തിയിട്ടുണ്ട്. സെയിൽസ് 18100 കോടിയിൽ നിന്ന് ഉയർന്ന് 19200 കോടി രൂപയായിട്ട് ഉയർന്നിട്ടുണ്ട്. സൊമാനി സെറാമിക്സ് അത് 21 കോടിയിൽ നിന്നും പ്രോഫിറ്റ് ഉയർന്ന് 35 കോടി രൂപയായിട്ടുണ്ട്. സെയിൽസ് 420 കോടിയിൽ നിന്നും ഉയർന്ന് 560 കോടി രൂപയായി മാറിയിരിക്കുന്നു. PL പിരമൽ എൻ്റർപ്രൈസസിൻ്റെ റിസൾട്ട് 628 കോടി രൂപയുണ്ടായിരുന്ന ലാഭം കുറഞ്ഞ് 419 കോടി രൂപയായിരിക്കുന്നു. സെയിൽസ് 3300 കോടിയിൽ നിന്നും 3200 കോടി രൂപയായിട്ട് മാറിയിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് HALൻ്റെ റിസൾട്ട് വന്നിരിക്കുന്നു. ഏകദേശം 615 കോടി രൂപയുണ്ടായിരുന്ന പ്രോഫിറ്റ് കൂടി 846 കോടി രൂപയായി ഉയർന്നിരിക്കുന്നു. സെയിൽസ് 4900 കോടിയിൽ നിന്ന് ഉയർന്ന് 5600 കോടി രൂപയായിട്ട് മാറിയിട്ടുണ്ട്. ഗോദ്രേജ് കൺസ്യൂമറാണ് മറ്റൊരു റിസൾട്ട്. 458 കോടിയിൽ നിന്നും പ്രോഫിറ്റ് ഉയർന്ന് 478 കോടി രൂപയായിരിക്കുന്നു. സെയിൽസ് 2900 നിന്നും ഉയർന്ന് 3100 കോടി രൂപയായി മാറിയിട്ടുണ്ട്. പേജ് ഇൻഡസ്ട്രീസ് ആണ്. 110 കോടി രൂപയുണ്ടായിരുന്ന പ്രോഫിറ്റ് 160 കോടി രൂപയായിരിക്കുന്നു. സെയിൽസ് 744 കോടിയിൽ നിന്നും 1089 കോടി രൂപയായിട്ട് മാറിയിട്ടുണ്ട്. ക്രിസിലാണ് മറ്റൊരു പ്രധാന റിസൾട്ട്. 90 കോടിയിൽ നിന്നും ലാഭം 113 കോടി രൂപയായിരിക്കുന്നു. ഇൻകം 485 നിന്നും 571 കോടി രൂപ. എവറസ്റ്റ് ഇൻഡസ്ട്രീസ് ആണ്. 17.9 കോടി രൂപ ഉണ്ടായിരുന്ന പ്രോഫിറ്റ് കുറഞ്ഞ് 10.5 കോടി രൂപയായി മാറിയിരിക്കുന്നു. സെയിൽസ് 273 നിന്നും കൂടി 298 കോടി രൂപയായിട്ടുണ്ട്. ശ്രീ പുഷ്കർ കെമിക്കൽസ് 7 കോടി ഉണ്ടായിരുന്ന ലാഭം 16 കോടി രൂപയായിരിക്കുന്നു. NGL ഫൈൻ കെമിക്കൽസിൻ്റെ റിസൾട്ട് 16 കോടി രൂപ ഉണ്ടായിരുന്ന ലാഭം 14 കോടി രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ധാംപൂർ ഷുഗറാണ്. 28 കോടിയിൽ നിന്നും കുറഞ്ഞ് 26 കോടി രൂപയായിരിക്കുന്നു പ്രോഫിറ്റ്. അതുപോലെ തന്നെ സെയിൽസ് 930 കോടി രൂപയിൽ നിന്നും കുറഞ്ഞ് 763 കോടി രൂപയായിട്ടുണ്ട്. സുപ്രജിത്ത് ഇൻഡസ്ട്രീസ് ആണ്. 48 കോടിയിൽ നിന്നും പ്രോഫിറ്റ് 50 കോടി രൂപയായി ഉയർന്നിരിക്കുന്നു. സെയിൽസ് 443 കോടിയിൽ നിന്നും ഉയർന്ന് ഏകദേശം 494 കോടി രൂപ രേഖപ്പെടുത്തിയിരുന്നു. വിനതി ഓർഗാനിക്സ് 62 കോടി രൂപ ഉണ്ടായിരുന്ന പ്രോഫിറ്റ് 81 കോടി രൂപയായിട്ടുണ്ട്. സെയിൽസ് 219 നിന്നും 374 കോടി രൂപയായിട്ട് മാറിയിരിക്കുന്നു. നാരായണ ഹൃദയാലയ വളരെ നല്ല റിസൾട്ടുമായിട്ട് വന്നിരിക്കുന്നു. 3 കോടി രൂപ ലോസ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 99 കോടി രൂപയുടെ പ്രോഫിറ്റാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ സെയിൽസ് 601 കോടിയിൽ നിന്നും ഉയർന്ന് 940 കോടി രൂപയായിട്ട് മാറിയിട്ടുണ്ട്. സൊമാറ്റോയുടെ ലോസ് 230 കോടിയിൽ നിന്നും കൂടി 430 കോടി രൂപയായി ഉയർന്നിരിക്കുന്നു. ഇൻകം 426 കോടി രൂപയുണ്ടായിരുന്ന സെയിൽസ് ഉയർന്ന് 1024 ആയിരിക്കുന്നു. ചിന്തിക്കേണ്ടിയിരിക്കുന്നു, സെയിൽസ് കൂടിയിരിക്കുന്നു. 420 കോടിയിൽ നിന്നും 1024 കോടി രൂപയായിട്ട് സെയിൽസ് ഏകദേശം 3 ഇരട്ടി വർദ്ധിച്ചിരിക്കുന്നു. പക്ഷേ ലോസ് 230 നിന്നും 430 കോടി രൂപയായിട്ട് കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു നല്ല റിസൾട്ട് വന്നത് തെർമാക്സിൻ്റെ ഭാഗത്താണ്. തെർമാക്സിൻ്റെ 31 കോടി രൂപ ഉണ്ടായിരുന്ന ലാഭം 88 കോടി രൂപയായിട്ടുണ്ട്. സെയിൽസ് 1100 കോടിയിൽ നിന്നും 1460 കോടി രൂപയായിട്ട് മാറിയിരിക്കുന്നു.
അതുപോലെ തന്നെ മറ്റൊരു ചെറുകിട കമ്പനിയായിട്ടുള്ള RVNL അവരുടെ 188 കോടി രൂപയുടെ പ്രോഫിറ്റ് 279 കോടി രൂപയായി മാറിയിട്ടുണ്ട്. സെയിൽസ് 3100 കോടിയിൽ നിന്നും 4026 കോടി രൂപയായി മാറിയിട്ടുണ്ട്. സോ ഓൾ ടുഗെദർ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട റിസൾട്ടുകൾ മാത്രമാണ് ഞാൻ വായിച്ചത്. ഇനി സീ എൻ്റർടൈൻമെൻറ്റ് ഇപ്പോൾ റിസൾട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല റിസൾട്ടാണ് സീ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നാളെ വരാനുള്ള ടാറ്റ സ്റ്റീലിൻ്റെ റിസൾട്ടിലും ഏകദേശം ടാറ്റ സ്റ്റീൽ അനൗൺസ് ചെയ്തിരിക്കുന്ന റിസൾട്ടിലും വളരെ നല്ല മാറ്റമുണ്ട്. ഇബിറ്റ 16% നിന്നും 27.6%. അതുപോലെ തന്നെ നമ്പർ ഇൻ ലൈൻ മാർക്കറ്റ് എക്സ്പെക്റ്റേഷന് അടുത്ത് തന്നെയായിരുന്നു. മാർക്കറ്റും ഒരു നല്ല റിസൾട്ട് തന്നെയാണ് ടാറ്റ സ്റ്റീലിൻ്റെ ഭാഗത്ത് പ്രതീക്ഷിച്ചത്. അത് ഇൻ ലൈൻ തന്നെയാണ്. ചിലപ്പോൾ നാളെ അതിനൊരു ബുക്കിംഗ് ഉണ്ടായേക്കാം എന്ന് കരുതുന്നു. അതുപോലെ തന്നെ ONGC റിസൾട്ട് നാളെ വരുന്നു. ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ONGC സംബന്ധിച്ചിട്ട് വളരെ നല്ല കാലമാണ്. കാരണം ഓയിൽ പ്രൈസ് കൂടിയിരുന്നു. ഏകദേശം സെയിൽസിൽ 10 മുതൽ 11% വർധനവ് പ്രതീക്ഷിക്കുന്നു. ഓയിൽ സെയിൽസിലും ഒക്കെ മോശമില്ലാതെ വർധനവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഗ്യാസ് സെയിൽസിലായിരിക്കാം കൂടുതലായിട്ടും ONGCക്ക് ബെനിഫിറ്റ് ഉണ്ടാകാനുള്ള സാധ്യത. അവിടെയും 11 മുതൽ 13% ഉയർച്ച മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നു. റവന്യൂവിൽ 9.5% ഉയർച്ച എക്സ്പെക്ട് ചെയ്യുന്നു. ഇബിറ്റ ഗുഡ് പ്രോഫിറ്റ് നല്ല രീതിയിൽ ഉണ്ടാവാനുള്ള സാധ്യതയാണ്. മാർജിൻ പ്രഷറാണ് ONGC നേരിടാൻ പോകുന്ന ഒരു പ്രശ്നം എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കോൾ ഇന്ത്യ കോൾ ഷോർട്ടേജ് ഒക്കെ വന്ന സമയമാണ്. പവർ കമ്പനികൾ വലിയ പൈസ കൊടുത്ത് കോൾ വാങ്ങിയ സമയമാണ്. പക്ഷേ അത് വലിയ രീതിയിലുള്ളൊരു ബമ്പർ റിസൾട്ട് കോൾ ഇന്ത്യയിലേക്ക് വരില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. കാരണം മൺസൂൺ ഇഷ്യൂ അവർ ഈ ഓപ്ഷൻ വഴി കോൾ വിൽക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതൊക്കെ അടുത്ത ക്വാർട്ടറുകളിൽ ചിലപ്പോൾ റിഫ്ലക്റ്റ് ചെയ്തേക്കാം. പക്ഷേ ഇവിടെ സെയിൽസ് 21,100 കോടിയിൽ നിന്നും 24,000 കോടി രൂപയായിട്ട് കൂടാനുള്ള സാധ്യതയുണ്ട്. മാർജിനാണ് ഇവിടെ 19.8 തന്നെയാണ് തുടരാനുള്ള സാധ്യത എന്നാണ് കാണുന്നത്. പ്രോഫിറ്റ് ഏകദേശം ഒരു 9% കൂടാനുള്ള സാധ്യത കാണുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഒരു ബമ്പർ റിസൾട്ട് കോൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ഹീറോ മോട്ടോഴ്സ് അവിടെ ഒരു വീക്ക് സെറ്റ് ഓഫ് നമ്പേഴ്സാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കുറച്ച് മോശമായിട്ടുള്ള റിസൾട്ട് ആയിരിക്കാം. ഏകദേശം 21% വോളിയം, അതായത് സെയിൽസിലുണ്ടാകുന്ന കുറവ് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഏകദേശം 17% ഡൗൺ സെയിൽസിലും എക്സ്പെക്റ്റ് ചെയ്യുന്നു. ക്വാണ്ടിറ്റി സെയിലിലും 21% കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. റോ മെറ്റീരിയൽ കോസ്റ്റ് തന്നെയാണ് കമ്പനി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാർജിൻ 13.7 നിന്നും കുറഞ്ഞ് 11.9 ആവാനുള്ള സാധ്യത മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അടുത്ത ക്വാർട്ടറുകളിലുള്ള കമ്പനിയുടെ ഔട്ട്ലുക്കും അതുപോലെ തന്നെ ഇലക്ട്രിക് വെഹിക്കിളുകളെ സംബന്ധിച്ചുള്ള കമ്പനിയുടെ കമൻട്രിയാണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ ഹിൻഡാൽകോ വളരെ നല്ല റിസൾട്ടാണ് ഹിൻഡാൽക്കോയുടെ ഭാഗത്തു നിന്നും കമ്പനി മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. മാർജിൻ കൂടാനുള്ള സാധ്യത, അതുപോലെ തന്നെ 40% എങ്കിലും പ്രോഫിറ്റിൽ വർധന ഉണ്ടാകും എന്നാണ് കാണുന്നത്. ഇബിറ്റ അതുപോലെ തന്നെ ഓട്ടോമോട്ടീവ് സെഗ്മെൻറ്റിൽ ചെറിയ രീതിയിലുള്ള സെയിൽസ് ഡിപ്രഷൻ കുറവ് വന്നേക്കാം. അതുപോലെ തന്നെ അലുമിനിയം സെക്ടേഴ്സിൽ ചെറിയ രീതിയിലുള്ള സെല്ലിംഗ് പ്രഷർ വന്നേക്കാം. കാരണം അവിടെ ഹെഡ്ജിങ്ങിന് വേണ്ടിയിട്ട് അവർ അലുമിനിയം ഉപയോഗിച്ചിരിക്കുന്ന രീതി എങ്ങനെയാണെന്നും അറിയാൻ പറ്റില്ല. അത് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നെന്ന് കമൻട്രികളും മറ്റും സൂക്ഷിക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ മാർജിനൽ ഹിൻഡാൽക്കോയെ സംബന്ധിച്ച് ചെറിയൊരു കുറവ് വരുത്തിയേക്കാം. ഓൾ ടുഗെദർ ഹിൻഡാൽക്കോയിൽ നിന്ന് ഒരു നല്ല സെറ്റ് ഓഫ് നമ്പേഴ്സാണ് മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒരു വാർത്ത ഷുഗർ കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. കാരണം 20% എത്തനോൾ പെട്രോളിൽ മിക്സ് ചെയ്യുന്നതിനുള്ള തീയതി കേന്ദ്ര സർക്കാർ April 1, 2023 പ്രഖ്യാപിച്ചിരിക്കുന്നു. അതായത് 2023 April 1 എത്തനോൾ മിക്സിംഗ് 20% പെട്രോളിൽ മിക്സിംഗ് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ്. ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് 9%. ഈ അവസാനത്തോടു കൂടി 10% അത് ഉയർത്തും. അപ്പം അവിടെ നിന്നും 1.5 വർഷം കൊണ്ട് ഏകദേശം നമുക്ക് 10% വർധന, അതായത് നേരെ ഡബിൾ ആകാൻ 10% എന്നുള്ളത് 20% മാറ്റാനുള്ള സാധ്യതകളാണ് കാണുന്നത്. സോ അപ്പോൾ വരാൻ പോകുന്ന കമ്പനികൾ തീർച്ചയായിട്ടും ഷുഗർ കമ്പനികളും അതുപോലെ തന്നെ എത്തനോൾ കപ്പാസിറ്റിയുള്ള ഷുഗർ കമ്പനികളാണ്. അതിൽ പ്രധാനപ്പെട്ടത് ഏറ്റവും കൂടുതൽ കപ്പാസിറ്റി ഇപ്പോൾ ഉള്ളത് ബൽറാംപൂർ ചിനിക്ക് തന്നെയാണ്. ഡിസ്റ്റിലറി കപ്പാസിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ അതിനുശേഷം ത്രിവേണി ടർബൈൻസ്, അതുപോലെ തന്നെ അവധ് ഷുഗർ ഉണ്ട്, മഗധ് ഷുഗർ ഉണ്ട്, മവാനയില്ല ഡാൽമിയ ഷുഗർ ഉണ്ട്, അതുപോലെ തന്നെ ബലാരി അമ്മൻ, ഇങ്ങനെയുള്ള ഷുഗർ കമ്പനികൾ വളരെ ഫേമസ്, ദ്വാരികേഷ്, ഇങ്ങനെയുള്ള കമ്പനികൾ വളരെ ലൈം ലൈറ്റിലായിരിക്കാം. അപ്പോൾ പക്ഷേ വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള റിസർച്ച് നടത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഷുഗർ കമ്പനികളുടെ വരുമാനം കൂടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അവർ എത്തനോൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എത്ര എത്തനോൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾ അത് വാങ്ങിക്കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ് അവർ. വിത്തിൻ 30 days അതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. 30 ദിവസത്തിനുള്ളിൽ
ഷുഗർ കമ്പനികൾക്ക് പേയ്മെൻറ്റും കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എത്ര തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും മാർക്കറ്റിൽ അബ്സോർബ് ചെയ്യാൻ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾ റെഡിയാണ് എത്തനോൾ എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. അപ്പോൾ അത് ഇപ്പോൾ വെറും 9% മിക്സിംഗ് മാത്രമാണ് നടക്കുന്നത്, എന്നിട്ടാണ് ഈ ഒരു അവസ്ഥ തുടരുന്നത്. അപ്പം 20% വരുത്തുക എന്ന് പറയുന്ന സമയത്ത് ഈ കമ്പനികൾ തീർച്ചയായിട്ടും കൂടുതൽ ഡിസ്റ്റിലറി കപ്പാസിറ്റി, അതായത് എത്തനോൾ പ്രൊഡക്ഷൻ്റെ കപ്പാസിറ്റി കൂട്ടാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൂട്ടിയാൽ പോലും നമുക്ക് വീണ്ടും നല്ല രീതിയിലുള്ള ഒരു മൊമെൻറ്റം കിട്ടാൻ സാധ്യതയുണ്ട് ഈ കമ്പനികളിൽ. പക്ഷേ നമ്മൾ കാണാത്ത മറ്റൊരു സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തനോൾ എത്ര കണ്ട് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നോ അത്ര കണ്ട് ഷുഗർ പ്രൊഡക്ഷൻ കുറയുമെന്നുള്ളതാണ്. അപ്പം ഇന്ത്യയിലുള്ള ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷുഗറിൻ്റെ ഡിമാൻഡിൽ കൂടുതലുണ്ട്, പക്ഷേ സപ്ലൈ സൈഡ് അത്രമാത്രം ഷോർട്ടല്ല എന്നുള്ളതാണ്. പക്ഷേ ഇനി അങ്ങോട്ട് ഈ എത്തനോൾ പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് വരുന്ന സമയത്ത് സപ്ലൈ, അതായത് ഷുഗറിൻ്റെ സപ്ലൈ മാർക്കറ്റിൽ കട്ട് ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതായത് ഷുഗർ സപ്ലൈ കുറയാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഷുഗർ കമ്പനികളെ സംബന്ധിച്ചിട്ട് ഷുഗർ പ്രൈസിലും വർധനവ് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പം ഒരു ഡബിൾ ബൊനാൻസയാണ് ഷുഗർ കമ്പനികളെ സംബന്ധിച്ചിട്ട്. എത്തനോൾ വഴിയും അവർക്ക് കാശ് ഉണ്ടാക്കാൻ സാധിക്കുന്നു, അതുപോലെ തന്നെ ഈ പറയുന്ന ഷുഗറിന് പ്രൈസ് കയറുകയാണെങ്കിൽ ഷുഗർ വഴിയും അവർക്ക് പ്രൈസിങ്ങിനുള്ള സാധ്യത കിട്ടുന്നു എന്നുള്ളതാണ്. സോ ഈ ഒരു തീരുമാനം അങ്ങനെ വേണം കണ്ടുകരുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഷുഗർ കമ്പനികളെ ടാർഗറ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ട് രണ്ട് തരത്തിലുള്ള ബെനിഫിറ്റാണ് ഉണ്ടാവാൻ സാധ്യത. ഇന്ന് വെച്ചിട്ട് നാളെ മുതൽ ഷുഗർ കമ്പനികൾ കയറാൻ പോവുകയല്ല. തീർച്ചയായിട്ടും നല്ല നല്ല ലെവലുകളിൽ ഈ പറയുന്ന കമ്പനികളിലൊക്കെ നമുക്ക് ചെറിയ രീതിയിൽ നിക്ഷേപം വരുത്തി കഴിഞ്ഞാൽ 2023 ഏപ്രിൽ 1 എന്ന തീയതി വന്നത് സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് ഷുഗർ കമ്പനികളിൽ ചില ഇൻവെസ്റ്റേഴ്സിന് താല്പര്യം പ്രകടിപ്പിച്ചേക്കാം. സോ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മാർക്കറ്റ് വാർത്തകൾ. നാളെ തിരിച്ചൊരു റിക്കവറി മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യണമെന്നാണ്. ഇന്നത്തെ വോളറ്റാലിറ്റി എക്സ്പയറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് തിരിച്ചൊരു ചെറിയൊരു രീതിയിലുള്ള റിക്കവറി നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. സോ 18,000 എന്ന ലെവൽ, 18,000 to 18,050 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ലെവൽ മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നു വിചാരിക്കുന്നു. അതിന് മുകളിൽ ഒരു ക്ലോസിംഗ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് വീണ്ടും ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റുള്ള സാധ്യത നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ 17,750 ശക്തമായിട്ടുള്ള സപ്പോർട്ട് ഹോൾഡ് ചെയ്യും എന്ന് തന്നെ വിചാരിക്കുന്നു. 750 to 800 ലെവൽ തീർച്ചയായിട്ടും നല്ല ശക്തമായിട്ടുള്ള സപ്പോർട്ട് മാർക്കറ്റിന് കിട്ടാനുള്ള സാധ്യതയാണ് കാണുന്നത്. US മാർക്കറ്റ് ബോണ്ട് ഈൽഡുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ, ടാപ്പറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ, ഇൻഫ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. സോ മറ്റുള്ള ഒരു നോർമൽ ട്രേഡിംഗ് സെഷൻ ആയിരിക്കും. ഞാൻ പറഞ്ഞതുപോലെ ഇൻഡെക്സിനേക്കാൾ കൂടുതൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് മൂവ് ചെയ്യേണ്ട ഒരു ദിവസമാണ്. 700ഓളം കമ്പനികൾ മാർക്കറ്റിൽ റിസൾട്ടുമായിട്ട് വരിക എന്ന് പറയുന്നത് സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻസ് വളരെ കൂടുതലാവാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സൈഡിലുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. കാരണം അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് വരണമെങ്കിൽ ബെൽ ഐക്കൺ നിങ്ങൾ എനേബിൾ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ ചാനലിൻ്റെ എക്സ്ക്ലൂസീവ് റിസർച്ചുകൾക്കും സ്വിംഗ് സജഷൻസിനുമായിട്ട് നമ്മുടെ ജോയിൻ ബട്ടൺ എനേബിൾ ചെയ്യാവുന്നതാണ്. ഡിമാറ്റ് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കുകൾ ഉപയോഗിക്കാവുന്നതാണ്. സോ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു. അതുപോലെ തന്നെ വീക്കെൻഡും മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.